ഞങ്ങൾ യുനാനിമസായി എടുത്ത തീരുമാനമാണ്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസായിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റാണ്. അല്ലെന്ന് എന്നെ എന്തിനാ ആക്രമിക്കുന്നത്? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡാണ്. ഞാൻ പറഞ്ഞല്ല, ആ ചാപ്റ്റർ ക്ലോസ്ഡാണ്. അതിന്റെ മീതെ ഇനി ചർച്ചയില്ല. എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു? ഞാൻ വഴിവെട്ടി ചെറുപ്പക്കാരനെ സഹായിച്ചെന്നായിരുന്നു നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം. അല്ലല്ല, നിങ്ങൾ കേക്ക്. ഈ ആരോപണം വന്ന ആദ്യത്തെ ദിവസം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളല്ലേ ഈ ചെറുപ്പക്കാരനെ വഴിവിട്ട് വളർത്തിയെന്നാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചൊരു ചോദ്യം അല്ലേ? ഇപ്പോഴത്തെ ചോദ്യം എന്താ? ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഞാൻ. രണ്ടുപേരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല. നിങ്ങൾക്ക് അറിയാലോ, അതൊന്നും അല്ലെന്ന്. ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാവും. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ KPCC പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ്. അതിനെ കോൺഗ്രസ് ആരും ചോദ്യം ചെയ്യില്ല.